ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. സത്യം, അഹിംസ, സ്നേഹം, വിശുദ്ധി എന്നീ ഗാന്ധിയൻ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വച്ഛ് ഭാരത് ദിവസ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 9,000 കോടി രൂപ ചെലവ് വരുന്ന ശുചിത്വ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. മാലിന്യമുക്തം നവകേരളം ജനകീയ പ്രചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേരളം ഉൾപ്പെടെയുള്ള പ്രളയബാധിത സംസ്ഥാനങ്ങൾക്കായി 5,858 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് ലഭിക്കുക 145 കോടി. ഇസ്രായേലിന് മേൽ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. ഇറാൻ കനത്ത വില നൽകേണ്ടിവരുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബംഗ്ലാദേശിനെതിരായ പരമ്പര ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ 1ാം സ്ഥാനമുറപ്പിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. രാജ്യത്തുടനീളവും വിദേശ നയതന്ത്ര കാര്യാലയങ്ങളിലും വിവിധ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചിട്ടുണ്ട്. സത്യം, അഹിംസ, സ്നേഹം, വിശുദ്ധി എന്നീ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും വികസനത്തെ മുന്നോട്ട് നയിക്കാനും പരിശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആഹ്വാനം ചെയ്തു. സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും പാത പിന്തുടരാൻ മഹാത്മാഗാന്ധി നമ്മെ പ്രചോദിപ്പിക്കുന്നു. തൊട്ടുകൂടായ്മ, നിരക്ഷരത, ശുചിത്വമില്ലായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾ ഇല്ലാതാക്കാനുള്ള ദൌത്യം ഏറ്റെടുത്ത ഗാന്ധിജി സ്ത്രീ ശാക്തീകരണത്തിനായി നിരന്തരം പോരാടി. ശാശ്വതമായ ധാർമ്മിക മൂല്യങ്ങളെ പ്രതിനിധീകരിച്ച അദ്ദേഹം ദുർബല ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ പ്രയത്നിച്ചതായും രാഷ്ട്രപതി വ്യക്തമാക്കി. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തിനും രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. 155-ാം ഗാന്ധി ജയന്തി ദിനത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന സ്വച്ഛ് ഭാരത് ദിവസ് 2024 പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സമ്പൂർണ്ണ ശുചിത്വം എന്ന ഗാന്ധിജിയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരവുമായാണ് ശുചിത്വ ഭാരത ദൌത്യം 10 വർഷം പൂർത്തിയാക്കുന്നത്. ഒരു റിപ്പോർട്ട്. ऐसा नहीं है कि सब साफ रखे तो हम भी साफ रखेंगे, तो कभी साफ हो नहीं सकता. लेकिन ऐसा मानकर हर एक आदमी बैठे कि हम अगर साफ रखें अपना मकान को, अपना देह को, अपना आत्मा को, तो विषय सब साफ ही रखेंगे. രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് 9,000 കോടി രൂപയിലേറെ വരുന്ന വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. അമൃത് 2.0, ഗംഗാ ശുചീകരണം ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യം, ഗോബർധൻ പദ്ധതിക്ക് കീഴിൽ 15 ബയോഗ്യാസ് പദ്ധതികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തിടെ അവസാനിച്ച സ്വച്ഛതാ ഹി സേവ പ്രചാരണമടക്കം 10 വർഷമായി ശുചിത്വ മേഖലയിൽ രാജ്യം സ്വന്തമാക്കിയ നേട്ടങ്ങൾ പരിപാടിയിൽ ഇടം പിടിക്കും. ഈ ദേശീയ ദൌത്യത്തിന്റെ അടുത്ത ഘട്ടത്തിനും ഇതോടെ തുടക്കമാകും. സമ്പൂർണ്ണ ശുചിത്വം രാജ്യത്ത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വനിതാ സംഘങ്ങൾ, യുവ സംഘടനകൾ തുടങ്ങിയവയുടെ പങ്കാളിത്തവും ഇത് ഉറപ്പാക്കും. സ്വച്ഛതാ ഹി സേവ 2024 കീഴിൽ 17 കോടിയിലേറെ പേർ അണിനിരുന്ന 19 ലക്ഷത്തിലേറെ പരിപാടികളാണ് നടന്നത്. ഏക് പേഡ് മാ കെ നാം പദ്ധതിക്ക് കീഴിൽ 45 ലക്ഷത്തിലേറെ മരങ്ങളും രാജ്യത്ത് നട്ടുപിടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗാന്ധി ജയന്തിയുടെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ നടക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരിക്കും. നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടത്തുന്ന ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെത്തും. ഹസാരിബാഗിൽ ജനജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാണ് 79,156 കോടി രൂപയുടെ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഒറാം പറഞ്ഞു. ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 4 ധാരണാപത്രങ്ങൾ കൈമാറി. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, കൾച്ചറൽ എക്സ്ചേഞ്ച്, സ്പോർട്സ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് ധാരണാപത്രങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനസും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ഈ ധാരണാപത്രങ്ങൾ കൈമാറിയത്. ഇന്ന് ജമൈക്കൻ പ്രധാനമന്ത്രി വാരണാസി സന്ദർശിക്കും.
ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. സമാധാനപരവും ആഘോഷഭരിതവുമായ അന്തരീക്ഷത്തിൽ വോട്ടെടുപ്പ് സമാപിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ 65.58% പോളിംഗ് രേഖപ്പെടുത്തി. ഉധംപൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്, 72.91%. മുൻഘട്ടങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് പോളിംഗാണ് മൂന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തതോടെ പ്രചാരണം ശക്തമാകുന്നു. പൽവാൽ ജില്ലയിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കി രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. BJP ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും രാജ്യത്തെ ഒരുപിടി കോടീശ്വരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും സോനിപത്തിലെ റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. 90 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ 5 നടക്കും. ഈ മാസം 8 ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇസ്രായേലിനുമേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. 180-ലേറെ മിസൈലുകളാണ് ഇന്നലെ രാത്രി ഇറാൻ തൊടുത്തത്. ഇറാൻ ചെയ്തത് വലിയ തെറ്റാണെന്നും ഇതിനവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിൽ ജീവഹാനിയില്ലെന്ന് ഇസ്രായേലി സൈനിക വക്താവ് അറിയിച്ചു. അതിനിടെ ടെൽ-അവീവിൽ ഇന്നലെ രാത്രി നടന്ന വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടൺ DC-യിൽ ഇന്നലെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ചർച്ച നടത്തി. അടുത്തിടെ US-ലെ ഡെലവെയറിൽ നടന്ന ക്വാഡ് മീറ്റിംഗുകളുടെയും ഉഭയകക്ഷി ചർച്ചകളുടെയും പശ്ചാത്തലത്തിലായിരുന്നു ചർച്ച. ആഴത്തിലുള്ള ഉഭയകക്ഷി സഹകരണം, പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ, ഇൻഡോ പസഫിക്, ഉക്രൈൻ എന്നിവയായിരുന്നു ചർച്ചാ വിഷയങ്ങൾ. മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്ന പ്രചാരണവും കർമ്മപരിപാടികളുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതി, ക്ലീൻ കേരള കമ്പനി തുടങ്ങിയവ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. 160 തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ സ്കൂളുകളെയും ഹരിത വിദ്യാലയങ്ങളായും 22 കോളേജുകളെ ഹരിത കലാലയങ്ങളായും പ്രഖ്യാപിക്കും. കൊട്ടാരക്കര LIC അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആദിവാസികൾക്ക് 100 ദിവസം കൂടി അധിക തൊഴിൽ നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ട്രൈബൽ പ്ലസ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിച്ച പഞ്ചായത്തിനുള്ള മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നിർവഹിക്കും. കേരളം ഉൾപ്പെടെ പ്രളയം ബാധിച്ച 14 സംസ്ഥാനങ്ങൾക്കായി 5858.60 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള കേന്ദ്ര വിഹിതമായും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള മുൻകൂർ തുകയുമായാണ് ഇത് അനുവദിച്ചത്. കേരളത്തിന് 145.60 കോടി രൂപ ലഭിക്കും. സെപ്റ്റംബറിൽ രാജ്യത്തെ GST വരുമാനം 1.73 ലക്ഷം കോടി രൂപ. 2023 സെപ്റ്റംബറിലെ 1.62 കോടി രൂപയേക്കാൾ 6.5% വളർച്ച രേഖപ്പെടുത്തി. തുടർച്ചയായി 7 മാസമാണ് GST വരുമാനം 1.7 ലക്ഷം കോടി കടക്കുന്നത്. സെപ്റ്റംബറിൽ കേന്ദ്ര GST-യായി 31,422 കോടിയും സംസ്ഥാന GST-യായി 39,283 കോടി രൂപയും സംയോജിത GST-യായി 90,594 കോടി രൂപയുമാണ് ലഭിച്ചത്. സെപ്റ്റംബറിൽ കേരളത്തിന് GST വരുമാനം 2,675 കോടി രൂപയാണ്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര തീർന്നതിന് തൊട്ടു പിന്നാലെ എത്തിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് തുടരുന്നു. ബംഗ്ലാദേശിനെതിരെ 2 മത്സരങ്ങളും സ്വന്തമാക്കാനായതോടെ ഇന്ത്യ റാങ്ക് പട്ടികയിൽ തൊട്ടടുത്തുള്ള എതിരാളികളായ ഓസ്ട്രേലിയയേക്കാൾ 8 പോയിന്റ് മുന്നിലാണ്. പോയിന്റ് പെർസെന്റേജ് സിസ്റ്റം കണക്കിൽ ഓസീസിനേക്കാൾ 12 പോയിന്റിന്റെ ലീഡാണ് ഉള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. സത്യം, അഹിംസ, സ്നേഹം, വിശുദ്ധി എന്നീ ഗാന്ധിയൻ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വച്ഛ് ഭാരത് ദിവസ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 9,000 കോടി രൂപ ചെലവ് വരുന്ന ശുചിത്വ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. മാലിന്യമുക്തം നവകേരളം ജനകീയ പ്രചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും.
കേരളം ഉൾപ്പെടെയുള്ള പ്രളയബാധിത സംസ്ഥാനങ്ങൾക്കായി 5858 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് ലഭിക്കുക 145 കോടി. ഇസ്രായേലിന് മേൽ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. ഇറാൻ കനത്ത വില നൽകേണ്ടിവരുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബംഗ്ലാദേശിനെതിരായ പരമ്പര ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ 1ാം സ്ഥാനമുറപ്പിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.